ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആപ്പിൾ ഈക്കോസിസ്റ്റം മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. USB-C to ഡിജിറ്റൽ AV കൺവേർട്ടർ പോർട്ടിനെ കുറിച്ചാണ്. അതൊരു മൾട്ടിപോർട്ട് അഡാപ്റ്ററാണ്. അപ്പം നമുക്കിതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും സീരിയൽ നമ്പറൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് USB ഇൻപുട്ടുണ്ട്, C ഇൻപുട്ടും, അതേപോലെ തന്നെ USB-C ഔട്ട്പുട്ട്, HDMI-ൻ്റെ ഔട്ട്പുട്ട്, അതേപോലെ തന്നെ USB ഔട്ട്പുട്ടുമാണ്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ ഡയഗ്രത്തിൽ കാണുന്ന പോലെ തന്നെയാണ് ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസസ് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇമ്പോർട്ട് ഡീറ്റെയിൽസും അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈസിങ് ഒക്കെയാണ് കാണുന്നത്. നമുക്ക് ഇനി ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് ഓൾറെഡി ഞാനിതിൻ്റെ സീലൊക്കെ റിമൂവ് ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ സൈഡിൽ വോയിഡ് എന്ന് പറയുന്നത് കാണുന്നത്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ട്രിപ്പുണ്ട്. സ്ട്രിപ്പ് വലിച്ച് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഇൻഫോർമേഷൻസും അതേപോലെ തന്നെ വാറണ്ടി ഡീറ്റെയിൽസ് അടങ്ങുന്ന ഡോക്യുമെൻറ്റേഷൻസിൻ്റെ പേപ്പേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ്. ഇത് വാറണ്ടി ഡീറ്റെയിൽസിൻ്റെ ഡോക്യുമെൻ്റാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു പേപ്പർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ഫൈൻ ക്വാളിറ്റി പ്രോഡക്റ്റാണ്. അതായത് ഒരു പേപ്പർ എന്ന് പറയുന്നത് ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ളൊരു പേപ്പർ തന്നെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ USB-C ഡിജിറ്റൽ AV പോർട്ട് മൾട്ടിപോർട്ട് അഡാപ്റ്റർ. ഇത് നമുക്കിങ്ങനെ ഇവിടെ നിന്ന് ജോയിൻ ചെയ്ത രീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ പോർട്ടിൻ്റെ അവിടെയൊക്കെ നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സീലിംഗ് കാണാം. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ ഇതിനകത്ത് 3 ഔട്ട്പുട്ട് പോർട്ടുകളാണ് ഉള്ളത്. അതായത് USB-Cയും HDMI-യും അതുപോലെ തന്നെ USB പോർട്ടുമാണ് ഇതിനകത്തുള്ളത്. അതേപോലെ തന്നെ നമുക്കൊരു USB-C ഇൻപുട്ട് പോർട്ടും ഉണ്ട്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇത് ഒരു കുറച്ച് ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ്. നമുക്കത് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതൊരു കുറച്ച് ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലൊക്കെ കണക്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മാക്ബുക്ക് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് നേരിടേണ്ടി വരുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് HDMI പോർട്ടും അതേപോലെ തന്നെ USB പോർട്ടൊന്നും ഇൻബിൽറ്റ് ആയിട്ട് മാക്ബുക്കിലൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പോർട്ടിൻ്റെ അത്യാവശ്യമായിട്ട് നമുക്ക് വരുന്നതാണ്. കാരണം നമുക്ക് ഈ ഒരു കണക്ടർ ഉപയോഗിച്ച് മാത്രമാണ് നമുക്ക് എക്സ്റ്റേണൽ ഡിസ്പ്ലേയിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, എൻ്റെ കയ്യിലുള്ള മാക്ബുക്ക് ഉണ്ട്. അപ്പോൾ അതിനകത്ത് 2 C പോർട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു അഡാപ്റ്റർ അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് നമുക്ക് 3 പോർട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പവർ കേബിൾ ഈ ഒരു C പോർട്ട് വഴി ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു C പോർട്ട് വഴി വേണമെങ്കിൽ നമുക്ക് പവർ കേബിൾ കൊടുക്കാം. അതേപോലെ തന്നെ USB-യും എക്സ്റ്റേണൽ ഡിവൈസൊക്കെ ഇതിനകത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിത് ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് വെബ്സൈറ്റിലും അതേപോലെ തന്നെ ഓതറൈസ്ഡ് റീസെല്ലേഴ്സായ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പിളിൻ്റെ സൈറ്റിലുള്ള അതിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത് 6900 ആണ് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലായിട്ട് വരുന്നത്. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ പ്രോഡക്റ്റ് ഇൻഫോർമേഷനാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് മെയിനായിട്ട് നമുക്കിതിന് HDMI കേബിൾ ഉപയോഗിച്ചിട്ട് എക്സ്റ്റേണൽ ഡിസ്പ്ലേയിൽ നമുക്ക് ഹൈ റെസൊല്യൂഷൻ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ USB-C ഉപയോഗിച്ചിട്ട് നമുക്ക് പവർ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോമ്പറ്റബിൾ ഡിവൈസസ് ആണ്. മെയിനായിട്ട് ഇത് ഐപാഡിലും നമുക്ക് മാക്കിലുമാണ് നമുക്ക് ഈ ഒരു പോർട്ടിൻ്റെ യൂസേജ് വരുന്നത്. അപ്പോൾ നമുക്ക് ജെന്യുവൻ പ്രോഡക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക വീഡിയോയുടെ താഴെയായിട്ട്. ഓക്കെ, താങ്ക് യു.